വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ 5 വർഷത്തില് ആദ്യമായിട്ടാണ് ഈ പാട്ടിട്ട് ഞാൻ എൻ്റെ കോർഡിനേഷൻ ഡേ ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഞങ്ങൾ കോർഡിനേഷൻ കിട്ടി. കോർഡിനേഷൻ ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഈ വരുന്ന കല്യാണ മാത്രമല്ല ഞങ്ങളെ കഴിയുന്നത് പോലെ എൻ്റെ റിലേറ്റീവ്സിന്റെ വീട്ടില് ഞാൻ പോയിരുന്ന സമയത്താണ്. എൻ്റെ മൂത്ത ആന്റിയുടെ വീട്ടില് ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് ചെല്ലുന്നപ്പോഴാണ് മീഡിയ കമ്മീഷൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു പാട്ട് എഴുതുമെന്ന് ചോദിച്ചു. നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ എഴുതാമെന്ന് സംബന്ധിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എഴുതിയ പാട്ടാണ് നിങ്ങൾ ഈ കേട്ടത്. സത്യം പറഞ്ഞാൽ ആ വരികൾ ഞാൻ എഴുതിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടിയില്ല. അത് ആ സമയത്ത് ഒരു ഗ്രേസ് നൽകപ്പെട്ട ഒന്നാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോ അതെനിക്ക് വളരെ സന്തോഷം നൽകി. മറ്റെന്തിനേക്കാളും വലിയ സന്തോഷമായിരുന്നു ഈ 5-6 വർഷത്തില് ആ പാട്ട് കേട്ടുകൊണ്ട് ഈ ഒരു ആഘോഷത്തിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചത്. പിന്നെ ഈ ഒരു വർഷം 5-ാം വർഷത്തിൽ ഒരു പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കിയാണ്. ഇനി അടുത്ത പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോവുകയാണ്. അപ്പോ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് തിരുനാൾ ദിവസം ഇത് ആഘോഷിക്കാൻ കർത്താവ് എനിക്ക് ഒരു കൃപ നൽകിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ 5-ാമത്തെ വർഷത്തില് ഇങ്ങനെ ഒരു ഞായറാഴ്ച പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകം ഞാൻ ആദ്യം മുതലേ അതായത് പട്ടം കിട്ടുന്ന ആ സമയം മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു അച്ഛനായിട്ട് മാറുകയാണ്. വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം എന്റെ ജീവിതത്തിലെ ആ ഒരു കാര്യത്തിന് എനിക്ക് സ്വാധീന ശക്തി ആയിരുന്നത് സാംസന്റെ ജീവിതമാണ്. പഴയ സാംസന്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ പിഴവുകൾ പറ്റിയിരിക്കും അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റില് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു തകർച്ചയുണ്ടായിരുന്നു. ഒരിക്കലും ആ തകർച്ച പൗരോഹിത്യ ജീവിതം ഏറ്റെടുക്കുന്ന ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വിട്ടുപോകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനം കാണുന്നുണ്ട്. അവൻ കരഞ്ഞ് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്നുണ്ടല്ലേ. എന്നിട്ട് എന്താ പറയുക, അതിനെ പറയുന്നത് അവന്റെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അവൻ ചെയ്തതിന്റെ ഇരട്ടി അവന് ആ ഒറ്റ മരണത്തിലൂടെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് കർത്താവിനെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പം നിങ്ങളുടെ ഈ സ്നേഹത്തിന് കൂട്ടാക്കിയിട്ട് ഞാൻ വചനത്തിൽ പറഞ്ഞതുപോലെ നമ്മള് ഒരു കുഞ്ഞു കമ്മ്യൂണിറ്റിയാണ്. നമ്മള് സ്നേഹത്തോടെ പരസ്പരം സ്നേഹത്തിന്റെ ഭാഷ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അതിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഈ 5-ാമത്തെ വർഷം നമുക്കൊരു ഊർമ്മതകൂടെയാണ്. എല്ലാവരും പറയും ആദ്യത്തെ 5 വർഷം എങ്ങനെയോ അതുപോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ നമുക്ക് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാം. ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ 7 പള്ളികളിൽ പോയി, 6 പ്രവർത്തനങ്ങളിൽ പോയി, 2 രൂപത പ്രത്യേകമായിട്ടുള്ള എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ, ഒന്ന് മതബോധനവും ഒന്ന് BCC. സത്യം പറഞ്ഞാൽ ദൈവം അങ്ങനെ കൂടെ ഒരു അനുഗ്രഹം ഈ 5 വർഷത്തില് കുറെ കാര്യങ്ങൾ അറിയാൻ, കുറെ കാര്യങ്ങൾ പഠിക്കാൻ. പിന്നെ ഈ 5 വർഷം ഞാൻ ഉണ്ടായിരുന്ന അച്ഛന്മാരെന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒത്തിരി മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല, എല്ലാം വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ. അപ്പൊ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ അത് സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിച്ചപ്പോ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എന്റെ കുടുംബത്തെ ഓർക്കുക. സിസ്റ്റർ പറഞ്ഞതിലെ എന്താണ് പറയാ, അവർക്കൊരു നഷ്ടമാണെന്ന് തോന്നുന്നില്ല, ഫുൾ ടൈം ലാഭമാണ് അവർക്കുണ്ടായത്. ആ ഒരു ത്യാഗം അവരെടുത്തതില്. അതുപോലെ നിങ്ങൾ നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷകൾക്ക് വിടാനായിട്ട് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കരുതരുന്നത്. അത് വളരെ വലിയ ലാഭമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിവാഹം കഴിഞ്ഞു പോയ അനിയന്റെയും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം എന്റെ ജീവിതത്തിലൂടെ അവർക്ക് നൽകപ്പെടാൻ സാധിച്ചു എന്നതാണ്. ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ അവർ തിരുനാളുകൾക്ക് അവർ വരും. അപ്പോ നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും എന്റെ കുടുംബക്കാരോട് ഇടപെടുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള ദൈവിക ശുശ്രൂഷകളിലേക്ക് കടത്തിവിടാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ എന്റെയും സന്തോഷത്തിന്റെ അടയാളമായി ഈ കേക്ക് കട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ആ പാട്ട് അയ്യോ നമ്മൾ സെറ്റ് ചെയ്ത്